ഹലോ ഫ്രണ്ട്സ്, സച്ചിനും രേവതിനും ചെമ്പനീർപ്പൂവിലെ നാളത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടങ്ങാം. അങ്ങനെ നമ്മുടെ സുധി വീട് വിട്ട് ഇറങ്ങിപ്പോവാണ്. അത് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സുധിക്ക് വരുന്നത്. അങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ തിരിച്ച് വിളിക്കുകയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത സീൻ കാണിക്കുന്നതാണ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ഒരു കട്ടിലിരിക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറയാം, നീ കാണിച്ച മോശമായിപ്പോയി ചന്ദ്രമതി എന്ന് ചോദിക്കുക. എന്നെ മോശം, കാരണം അവൾ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അത് ശിക്ഷിക്കുന്നത് നീ കൊണ്ട് എന്നെ ശിക്ഷിച്ച നീ അവളെ അടിക്കുന്നത് എത്ര വന്നു പറഞ്ഞാൽ അവളെ അടിക്കാൻ പാടില്ല, നിനക്ക് അതിനുള്ള അവകാശമില്ല. നീ അടിച്ചത് ഏറ്റവും വലിയ തെറ്റാണ്. അവളുടെ ജീവിതത്തിൽ നീ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല. കാരണം അവൾ എത്ര എന്ന് പറഞ്ഞാലും നീ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അവളെ മാത്രമല്ല വേറെ മരുമക്കളുണ്ട്, എല്ലാവരും ഒരുപോലെ കാണാനുള്ളത് നിനക്ക് പറ്റില്ല. അവൾ ഇത്ര നാൾ നീ പൊക്കി വെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ രേവതിനാണ് നീ അടിച്ച് താത്തി കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞാൽ ഇപ്പം നിനക്ക് ദേഷ്യം വന്നല്ലോ. ഇപ്പം എല്ലാവരും കുറിച്ച് നിന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ നിനക്ക് അത്ര അധികം ദേഷ്യം വന്നത്. ശരിക്കും നിർബന്ധം ചെയ്യേണ്ടത് നീ അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടതെന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഈ സമയത്ത് രേവതി നിങ്ങൾ പൊക്കി പറയേണ്ട അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് ഈ രേവതിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ രേവതിക്ക് സപ്പോർട്ടൊന്നും അല്ല പിടിക്കുന്നത് പറയുമ്പോഴത്തേക്ക്, അതായത് അപ്പം ചന്ദ്രമതി അപ്പം നിങ്ങൾ കണ്ട ആ പെണ്ണ് നല്ലത്, അത് നിങ്ങൾ കൊണ്ടുവന്ന മരുമോള് നല്ലത്, ഞാൻ കൊണ്ടുവന്ന ചീത്ത, അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങനെ ചീത്തയും നല്ലതൊന്നും പറഞ്ഞതല്ല. കാരണം എല്ലാ മരുമക്കളും ഒരുപോലെ കാണാനുള്ള കഴിവ് നിനക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞോളൂ പറഞ്ഞു. അപ്പം പറഞ്ഞു അല്ലല്ലോ നിങ്ങളെന്നാലും പറഞ്ഞു. കാരണം ശരത്ത്, അതായത് രേവതിയുടെ അനിയൻ ശരത്ത് ഒരു തെറ്റ് ചെയ്തു, അവനെ അപ്പം ഒന്ന് ശിക്ഷിക്കണം, കേസ് കൊടുക്കണം നിങ്ങളൊന്നും പറഞ്ഞില്ലേ. അതുപോലെ ഞാൻ ഇതിൻ്റെ തന്നെ ഇവക്കൊരു തെറ്റ് ചെയ്ത് ഇവളെ ശിക്ഷിക്കാനും ഉദ്ദേശിച്ചു, അവളങ്ങനെ ശിക്ഷിച്ചു. അപ്പം പറയാം, എടാ ചന്ദ്രമതി, നീ ചെയ്തത് ശരിയാണ്, പക്ഷെ വേറെ ഉണ്ട്, അതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തത് നിന്റെ മകൻ സുധിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവനും കൂടെ തെറ്റ് ചെയ്തിട്ടല്ലേ ഈ സംഭവം നിന്റെ അടുത്ത് മറച്ചു വെച്ചത്, നമ്മുടെ കുടുംബത്തോട് മറച്ചു വെച്ചിട്ടല്ലേ ഈ സംഭവം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം സുധീനെ അടിക്കണം എന്ന് പറഞ്ഞാൽ സുധി അപ്പാവി, അതായത് സുധി അവനൊന്നും അറിയത്തില്ല, അവനെ കൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യിപ്പിച്ച് തന്നെ ഇവള് തന്നെ, അല്ലാതെ വേറെ ആരും ചെയ്തിട്ടില്ല. വേറെ ആരും ചെയ്യാനാ? കാരണം ഞാൻ അവളന്ന് അത് സുധിയോട് പറയുക, വീട്ടിൽ കൊണ്ട് കൊടുക്കുക, ക്യാഷ് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവനന്ന് ചെയ്തേനല്ലോ. അവനത് ഒന്നും അറിയാം. ഉടനെ രവീന്ദ്രൻ പറയാം, ഒന്നും അറിയാത്ത ചെറുക്കൻ. അതുകൊണ്ടല്ലേ ഈ രേവതിയുടെ കല്യാണത്തിൻ്റെ അന്ന് നമ്മളെ എല്ലാം കളിപ്പിച്ചുകൊണ്ട് അവൻ 27 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ അവനന്ന് കളഞ്ഞു, 50 ലക്ഷം രൂപയായിട്ട് 50 ലക്ഷമായിട്ട് അന്ന് അവൻ കടന്നു കളഞ്ഞത്. അപ്പം അന്ന് നിനക്കത് ഈ ബോധമൊന്നും ഇല്ലായിരുന്നു ചോദിച്ചു. അപ്പം അന്ന് ബോധമില്ലാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് അന്ന് മറ്റേ ആ നീലിമ എന്നൊരു പെണ്ണല്ല, ആ നീലിമ പറഞ്ഞ് ആ പെണ്ണ് എൻ്റെ മോനെ കൂടി ചെയ്യിപ്പിച്ചാന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എല്ലാം നിൻ്റെ മോൻ ഒന്നും അറിയത്തില്ല, എല്ലാം നിൻ്റെ മോൻ വെറും പാവം, ബാക്കിയുള്ളവരെല്ലാം ആണല്ലോ ഈ ഇത് തെറ്റുകാരെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് അങ്ങോട്ട് ശ്രുതി കയറി വരും. ശ്രുതി കയറി വന്നിട്ട് അമ്മേ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതിനിപ്പോൾ എന്നാ ചെയ്യാനാ, അവളിപ്പോൾ പോട്ടെ, കാരണം അവൾ തെറ്റ് ചെയ്തിട്ടല്ലേ പോകുന്ന പറയുമ്പോഴത്തേക്ക്, അല്ലമ്മേ എനിക്കൊന്നും വിളിക്കാൻ പറ്റിയില്ല, കാരണം നീ വിളിക്കരുത്, നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഫോൺ എടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അടി തരും, അതായത് എന്നൊക്കെ പറയും. അവിടെ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ പറയും, എടാ നിനക്ക് വിളിക്കത്തില്ലായിരുന്നു, നീയല്ല നിന്റെ ഭാര്യ വിളിക്കണ്ടേ, കാരണം ഒന്നാമത്തെ കാര്യം നീ തെറ്റ് ചെയ്തത്, നീ ചന്ദ്രമതി അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നീ ചോദിച്ചില്ല. ആ ചോദിക്കാത്ത എല്ലാം നിന്നിട്ട് നീ ഇപ്പം നീ അവൾ പോകാതിരിക്കുമോ? കാരണം അവൾ നീ ഏറ്റവും കൂടുതൽ ഒരു കെട്ടിയവൾ ആഗ്രഹിക്കുന്നത് കെട്ടിയവൻ്റെ സപ്പോർട്ടാണ്. ആ കെട്ടിയവൻ്റെ സപ്പോർട്ട് കിട്ടാതിരുന്ന കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ കാര്യത്തിൽ അവൾ അങ്ങനെയല്ലേ തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അപ്പം ഞാൻ പോയി വിളിച്ചിട്ട് വരണം പറയുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് ഉടനെ ചന്ദ്രമതി മര്യാദയ്ക്ക് വിടുന്നുള്ള, നീ വിളിക്കാനോ പറയാനൊന്നും പോകണ്ട, ഞാനിവിടെ ജീവനോടത്തോളം കാലം നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയെ ഞാനിവിടെ ഉണ്ട്, എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാം, നിനക്ക് എല്ലാ കാര്യത്തിനും ഞാൻ ചെയ്തു തരുന്നുണ്ടല്ലോ. നിനക്ക് ഇപ്പോൾ അവൾ പറഞ്ഞനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ഓടിയതുപോലെ ആയില്ലേ. കാരണം ഇവിടെ കാരണവന്മാരൊട്ടുണ്ടല്ലോ, ഇവിടെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം എന്നെയും ഞാനും തെറ്റുകാരാണ്, നിൻ്റെ അപ്പനും തെറ്റുകാരാണ്, ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം തെറ്റുകാരെന്നുള്ള രീതിയിലല്ല. കാരണം ഞങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള രീതിയിലല്ല അവൾ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ വേണ്ട. ഇനി മേലാൽ അവളെ വിളിക്കും വേണ്ട, പറയാൻ വേണ്ട, അവൾ പോയിട്ടുണ്ട്, അവൾ തിരിച്ചു വരും, അവൾക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വരാൻ അറിയാം എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യ സ്വഭാവത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത സ്ഥിതി കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ശ്രുതി അവളുടെ സ്വന്തം അമ്മയുടെ മടിയിൽ കിടന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുക. കാരണം ഭയങ്കര നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. കാരണം ഞാൻ നോക്കിയിട്ട് ശ്രുതിയുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വലിയ രീതിയിൽ പറയുന്നുണ്ട് ശ്രുതി എന്ന് പറഞ്ഞ പെണ്ണ് തെറ്റുകാരിയാണ് എന്നാണ്. പക്ഷേ ഒരു കാര്യം വേണ്ടേ, ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ അവൾ അതിൻ്റെ തെറ്റുകാരിയായിട്ട് വരുന്നില്ല. ആ ക്യാഷ് കിട്ടിയിട്ട് പോലും ശ്രുതിയുടെ ബിസിനസ് നന്നാകാൻ വേണ്ടിയല്ല ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സീനാണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞതുള്ളൂ. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്നത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കണം. അപ്പോഴത്തേക്കും അവർ അമ്മ പറയണം, മോളെ നമുക്ക്
വല്ലതും കഴിക്കണ്ട മോളെ, നിനക്ക് എന്തെങ്കിലും വേണ്ട, ചോറ് വേണ്ടെന്ന് പറയുമ്പോൾ ഉടനെ ഒന്നും വേണ്ടമ്മ എനിക്ക് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഉടനെ എന്നിട്ട് എഴുന്നേറ്റിരിക്കുക. ഉടനെ എഴുന്നേറ്റ് എന്നിട്ട് പറയാം അമ്മേ എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയത്തില്ല അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ നീ ചെയ്ത് തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ നീ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആ സമയത്ത് അവിടെ നിന്നിട്ട് അത് പാകതയും പക്വതയോടെ നിന്ന് പറഞ്ഞാൽ മതി ഇന്ന പോലെ തെറ്റ് ചെയ്തതാണ്, അതായത് ഇന്ന പോലെ സംഭവിച്ചു പോയി, കാരണം അത് ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തേ, അതുകൊണ്ട് ആൻറ്റി എന്നോട് ക്ഷമിക്കണം, അല്ലെ എന്തേലും അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഓക്കെ ആയി മാറിയേനെ. അതിപ്പം എന്താ നീ അവനെ കുറ്റപ്പെടുത്തില്ല, അവൻ മണ്ടനാണ്, ജോലിക്ക് പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവനും ആർക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഉടനെ ശ്രുതി പറഞ്ഞ് അവൻ പോലും, അതായത് ശ്രുതി പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെ ഞാനിനി അങ്ങനെ തിരിച്ച് വീട്ടിൽ കയറിപ്പോന്ന് പറഞ്ഞ് മോളെ നീ തിരിച്ച് വീട്ടിൽ പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ശ്രുതിക്കും അവനൊരു പുരുഷൻ, അവനെല്ലാവരും മധ്യം നോക്കുമ്പോഴത്തേക്ക് നീ അവളുടെ സ്വന്തം ഭാര്യ അവനെ കുറ്റപ്പെടുത്തുക. അതായത് ഒന്നിനും കൊള്ളാത്തവനാണ്, ജോലിക്ക് പോകാത്തവനാണ്, മടിയനാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കാണെങ്കിലും മനസ്സിൽ ചിന്താഗതി വരത്തില്ലേ, നീ കാണിച്ച ശരിയാണോ എന്ന് പറയാം. അമ്മ ഞാൻ പോകത്തില്ല, ഞാൻ ഇനി അങ്ങോട്ട് പോകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ നീ പോകണം, കാരണം നീ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ വേറൊരു കാര്യം പറ്റേ, ഇതിൻ്റെ അകത്ത് ഇത്രയും തെറ്റ് ചെയ്തത് ഞാനിങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു കൊടുത്ത് അമ്മ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്ന സച്ചിൻ്റെ അവധിയും കൂടി ചേർത്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞു. ഉടനെ അവർ പറയാം, അതായത് അവർ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, അവർ വേണ്ടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നീ ചെയ്ത കാര്യങ്ങളല്ലേ പറഞ്ഞ്, അല്ലാതെ വേണ്ടാത്ത കാര്യം വേറൊരു തെറ്റ് നീ ചെയ്യാത്ത തെറ്റ് നിന്റെ മേലിൽ കെട്ടിയേൽപ്പിച്ചല്ലോ ചെയ്തേ. അതുകൊണ്ട് അവരോട് നിനക്ക് ദേഷ്യമൊന്നും കാണിക്കുന്ന, നീ ദേഷ്യമൊന്നും കാണിക്കരുത്, ഇതിപ്പോൾ എല്ലാം കലങ്ങി തെളിയും, കുഴപ്പമൊന്നുമില്ല, നീ വീട്ടിൽ പോകും മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വർഷം ഇരുന്ന് ഇങ്ങനെ ഒരു ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോമഡി കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ഉടനെ രേവതി അപ്പുറം നിൽക്കുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, വന്ന് വിളിച്ചിരുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതാണ് ഈ കോമഡി കൊണ്ടുവന്നു രണ്ടുപേരും വട്ടകസ് ചിരിക്കുക. അപ്പോൾ എന്താണ് ഈ കെട്ടിവൻ ഒരു പെണ്ണൊരു കെട്ടിവനായിട്ട് അടിച്ചുകൊണ്ട്, ഒരു പെണ്ണൊരു ചെറുക്കനെ അടിച്ചുകൊണ്ട്, ഇത് കെട്ടിവനും കെട്ടികളാണെന്ന്, കെട്ടിവനും കെട്ടികളാണ്, ഭയങ്കര സമ്മതിക്കണം, ഭയങ്കര പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി വായിക്കുന്ന വരിക. ചന്ദ്രമതി വായിക്കി എന്നിട്ട് അതായത് ഒന്ന് ചുമയ്ക്കും, ഒന്ന് നിർത്താൻ വേണ്ടി ചുമയ്ക്കും, അതായത് വലിയ അധികാര ഒരു രീതിയിലല്ലേ പെരുമാറിക്കൊണ്ട്. അപ്പോൾ ഒന്ന് ചുമയ്ക്കുമ്പോഴത്തേക്കും എന്നിട്ട് അവർ കേൾക്കുന്നില്ല, രണ്ടുപേരും കേൾക്കുന്നില്ല, വർഷയും രേവതിയും കേൾക്കുന്നില്ല. അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ ചിരിയായിരുന്നു, റോട്ടി കേൾക്കാമല്ലോ ഈ സൗണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയും, അല്ലാണ്ട് ഒരു കോമഡി കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാ കോമഡി, ഇവിടെ ഒന്നാമത്തെ കാര്യം വീട് മുഴുവൻ കോമഡിയും കാര്യങ്ങളും ട്രാജഡി ആയിട്ട് പൊക്കോണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഓരോ തോന്നിയാസം, നിങ്ങൾ കേസ് വിട്ടേന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി അവർ പറയുക എന്നാ ചെയ്യാനാണ്, നിങ്ങൾ ആൻറ്റി പറയുന്ന പോലെ ഒന്നല്ല, അതായത് ഇത് നല്ല നല്ല കോമഡിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും കാണണ്ട, വേറെ പണിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വരുവാണ്, അമ്മേ കുറേ നേരമല്ലേ അവൾ പോയിട്ട് ഒന്ന് വിളിക്കത്തില്ല പറയത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തിനു വിളിക്കും പോയോട് തിരിച്ചു വരും എന്ന് പറയുമ്പോഴത്തേക്ക് നീ വിളിച്ചില്ല, വിളിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കയറി വരുന്നുണ്ട്, അമ്മ അവൾ പോയിട്ട് വിളിക്കണമല്ലോ അമ്മ, അത് ശരിയല്ല അമ്മ, അവൾ വേറൊന്നും ചെയ്തിട്ടില്ല, ന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, എന്ത് ന്യായം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എങ്ങനെയും വിളിക്കണം അമ്മ, അവളെ സംസാരിക്കണം, അവളെ തിരിച്ച് വിളിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് മര്യാദയ്ക്ക് ശ്രുതി നീ വീട്ടിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ വിളിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്, യാതൊരു രീതിയിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്, മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറയുക. അപ്പോഴത്തേക്ക് അടുത്തായിട്ട് കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കയറി വന്ന് വാതിക്കെ നിൽക്കുകയാണ്. ശ്രുതി കയറി വന്ന് വാതിക്കെ നിൽക്കുമ്പോഴത്തേക്ക് രേവതിയും വർഷയും കാണുന്നുണ്ടെന്ന്, വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് രേവതി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവള് ശ്രുതി അവിടെ നിന്നിട്ട് ആൻറ്റീന്ന് വിളിക്കുന്നുണ്ട്. ആൻറ്റീന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് ഓടിപ്പോവുക, നമ്മുടെ ശ്രുതി ഓടിപ്പോയിട്ട് അമ്മ തന്നെ ശ്രുതി വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മിണ്ടായി ഇവിടെ നിൽക്കടാ എന്നുള്ള രീതിയിൽ പറയുവാണ്. അപ്പോഴത്തേക്ക് പറയും രേവതിയോട് ഓടി വന്നിട്ട് നിന്നോട് നീ ഒരു ഗ്ലാസ് കാപ്പി എടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് പറയും ആൻറ്റി ഇപ്പോഴല്ലേ കാപ്പി പിടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇപ്പോൾ അടുത്ത ക്ലാസ് ഇപ്പോൾ എടുക്കത്തില്ല, നിൻ്റെ വീട്ടിൽ നിന്നാണ് കാപ്പൊടി മനസ്സാരെല്ലാം കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല ആൻറ്റിക്ക് സാധാരണ തലവേന വരുമ്പോഴത്തേക്കല്ലേ ഇതിന് എടുക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് തലവേന വന്നത്, അതായത് തലവേന വന്നെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി വന്നത് കൊണ്ടാണ് തലവേന വന്നെന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് പറയുക ശ്രുതിയോട് പറയുക ശരിക്കും ശ്രുതിയോടല്ല രേവതിയോട് പറയും മര്യാദയ്ക്ക് ചായ എടുത്തിട്ടുണ്ടോ എന്നുള്ള രീതി പറഞ്ഞു വിടുമ്പോൾ അകത്തോട്ട് കയറി പോവാണ്. ആര് വർഷയും പോകുന്നുണ്ട്, വർഷയും പോകുന്നുണ്ട്, രേവതിയും പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ അപ്പം നേരത്തെ ശ്രുതി കയറി നേരെ അവളുടെ റൂമിലോട്ട് പോകും. ഉടനെ
ശ്രുതി പറഞ്ഞു അമ്മ അവൾ വന്നിട്ട് ഞാൻ പോയി സംസാരിക്കട്ടെ, മര്യാദയ്ക്ക് അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് മര്യാദയ്ക്ക് മാറി നിന്നോ, നീ അവിടെ അങ്ങോട്ട് പോകരുതെന്ന് പറയാം, അവളത് പോയിക്കൊണ്ട് നിന്നെ ശരിയാക്കുമെന്ന് പറയാം. അത് ഉടനെ അമ്മ എനിക്ക് ഫോൺ ചെയ്യണം നീ ടെറസിൽ പോയി ഫോൺ ചെയ്യുന്നത്, റൂമിൻ്റെ അകത്ത് പോയി ഫോൺ ചെയ്യാൻ പാടില്ല, അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്താണ് പിന്നെ അങ്ങോട്ട് മാറി നിൽക്കും മാറിപ്പോൾ. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പിരിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് രേവതി നമ്മുടെ ശ്രുതിനെ വിളിക്കുക. നല്ല രേവതി വർഷയും വിളിച്ചിട്ട് പറയുക, വർഷ ഇന്ന പോലെ അല്ല വർഷ രേവതി വിളിച്ചിട്ട് ഒരു കാര്യം പറയും, ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയുന്നത് എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, അതായത് ഇത് കണ്ടോ, കാരണം ഞാൻ ആൻറ്റി രണ്ടുപേരും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, ഇതിപ്പം ഈ ബന്ധം പിരിച്ചു വെക്കാനുള്ള രീതിയിലുള്ള പോകുന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ട് നീ ചേച്ചിയുടെ ഭർത്താവിന് ഞാൻ എൻ്റെ ഭർത്താവിന് കൺട്രോളിൽ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവർ പിരിച്ചു വെക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. ഉടനെ അത് എൻ്റെ ഭർത്താവിന് ഞാൻ പിരിച്ചു വെക്കുന്നൊന്നുമില്ല, അല്ല എൻ്റെ ഭർത്താവിനെ കാണരുത്, ആൻറ്റിക്ക് അല്ലെങ്കിലും കാണരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ വർഷം പറയുക, അല്ലെങ്കിലും എൻ്റെ ഭർത്താവിനെ അമ്മയുടെ പുറകെ പോകുന്ന സ്വഭാവമൊന്നുമില്ല, അത് ശ്രുതിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് വിഷയമില്ല, നമ്മളിങ്ങനെ നിന്നാൽ മതി, കൂടുതൽ അടുപ്പിക്കരുത്, അവരോട് കൂടുതൽ അടുപ്പിക്കരുതെന്ന് പറഞ്ഞ് അവരോട് അങ്ങോട്ട് പോകണം. അടുത്ത ക്ലാസ്സിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഈ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഇവളുടെ അടുത്ത് പോവാം, അതായത് ചന്ദ്രമതി റൂമിൻ്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് കാലേ വീണിട്ട് പറയുവാണ്, ആൻറ്റി ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റാണ്, പക്ഷേ ശ്രുതിയുടെ നല്ലതിന് വേണ്ടി ചെയ്തതാണ്. ശ്രുതിയുടെ നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തൊരു ആഭരണമോ സാരിയോ ഒരു ടൂർ എക്സ്കർഷൻ പോകാനോ ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ശ്രുതിയുടെ ഭാവിക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയുമ്പോഴത്തേക്ക് നീ പിന്നെ നിൻ്റെ കാര്യത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കണോ, നീ നിൻ്റെ പണി നോക്കിയോ ശ്രുതി, നീ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി മേലെ നീ നിൻ്റെ ന്യായം കൊണ്ട് ഇവിടെ വന്നേക്കരുത്, കാരണം പറയുമ്പോഴത്തേക്ക് അതെനിക്ക് ഇഷ്ടമല്ല, നീ ചെയ്തത് തെറ്റാണ് എനിക്കറിയാം, തെറ്റാണ്. ആ സമയത്ത് അവൻ്റെ അമ്മയെ ഞാനിവിടെ ഉണ്ട്, നീ എൻ്റെ മകനെയും കൂടെ പറഞ്ഞ് മാറ്റി വിട്ട ഒരു പെണ്ണല്ലേ, അതുകൊണ്ട് നീ ന്യായീകരിച്ചുകൊണ്ടൊന്നും വരണ്ട, മര്യാദയ്ക്ക് പൊക്കോ, ഇവിടെ എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് വിടുന്നൊരു സീനാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അപ്പം നാളത്തെ വിശേഷത്തിൽ അങ്ങനെ നാളെ രാവിലെ നിന്നെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസമായിട്ട് 7 മണിക്ക് തന്നെ 7 മണിക്കും 7:30ക്കും 7 മണിക്ക് 8 മണിക്കുള്ളിൽ നമ്മൾ ഈ ചെമ്പനൽപ്പൂ വിശേഷം ഇടുന്നതാണ്. എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക എന്ന് പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.